തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് അല്ലെങ്കിൽ ഖൈബർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ടോയ്സ് വെക്കുന്ന ഒരു ഏരിയയുണ്ട്, ഒരു കബോർഡ് നമ്മൾ പറയുന്ന പോലെ, ഒരു ഷോക്കേസ് പോലെ ഒരു ചെറിയ ചുമരിൻ്റെ ഒരു പൊത്തുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ കൗതുകമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഇടമാണത്. സഹ്വത്ത് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അതിന് ചെറിയൊരു കർട്ടനുണ്ട്, നമ്മൾ ഗ്ലാസ് വെച്ച് അടക്കട പോലെ ഒരു കർട്ടനുണ്ട്, ഒരു തുണിയുണ്ട്. ആ തുണിയുടെ പിറകിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കൗതുകത്തിന് ചില ടോയ്സുകൾ വെച്ച് പിടിപ്പിക്കുന്ന കാലമായിരുന്നു അത്. കാറ്റടിച്ചപ്പോൾ ആ ഒരു തുണി അങ്ങോട്ട് നീങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബൊമ്മക്കുട്ടികളെ, ടോയ്സ് ഡോളുകള്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അവർ കളിക്കാൻ കൊണ്ടുവന്ന് വെച്ചത്. ചില കുട്ടികൾക്ക് ഉണ്ടാവും ഇപ്പോഴും ബെയർ, ഈ സ്പോഞ്ചിൻ്റെ ഒക്കെ ബെയറുകളും അത് ടോയ്സുകളൊക്കെ ഇപ്പോഴും കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന കുട്ടികളെ കാണാം. അവരെത്ര വലുതായാലും അതപ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും. ഈ രൂപങ്ങൾ, ശില്പങ്ങൾ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഡോളുകൾ അതിന് കുഴപ്പമില്ല എന്ന് ശറഅ അനുവദിക്കാൻ കാരണം അതാ. അവരുടെ മാനസിക വികസനത്തിന്, അവർ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുട്ടികളെ താലോലിക്കുന്നത്, കുട്ടികളെ കുളിപ്പിക്കുക, കൊച്ചുമക്കളെ പോറ്റി വളർത്തുന്നത്, അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരം ഒരു കൗതുകമുള്ള കളികളൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അങ്ങനെ ചില കുസൃതി കളികളുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ഷോക്കേസിൻ്റെ ആ ഒരു മറങ്ങട് നീങ്ങിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദായ ആയിഷ, എന്താ ആയിഷ ഈ കാണുന്നത് എന്ന് ചോദിച്ചു. ഖാലത്ത് ബനാത്തി, ഇതെൻ്റെ കുട്ടികളാണ് നബിയെ, ഇതെൻ്റെ കുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികളാണ്. അപ്പോൾ കുറേ ഡോൾസാണുള്ളത്, കുറേ ബൊമ്മ കുട്ടികളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടക്ക് ചിറകുള്ള ഒരു കുതിരയെ കണ്ടു, തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര, അതിന് ചിറകുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാഹാദല്ലദി അറാ വസതഹുന്ന, നിങ്ങളുടെ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ആ നടുവിൽ കാണുന്ന സാധനം എന്താ? ഫറസുൻ, അത് കുതിരയാ നബിയെ. വമാഹാദല്ലദി അലൈ, എന്താ കുതിരന്റെ ദേഹത്തുള്ളത്? ജനാഹാൻ, രണ്ട് ചിറകുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഫറഹുൻ ലഹു ജനാഹാൻ, ചിറകുള്ള കുതിരയോ? അപ്പൊ ആയിഷ ബീവിന്റെ മറുപടി, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈലൻ ലഹ അജ്നിഹ, സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിരകളുണ്ടായിരുന്നു, നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഹബീബിനറിയാം. അങ്ങനത്തെ കുതിര ഉണ്ടോ ഇല്ലേ എന്ന് നബി ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ കുതിരൊന്നും ഇല്ലായിരുന്നുവെന്ന് ആയിഷ ബീവിയോട് തർക്കിക്കേണ്ട നേരമല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക ഹത്താ റഅയ്തു നവാജിദഹു, അവിടുന്ന് മൗനിയായി ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഹബീബിൻ്റെ അണപ്പല്ലുകൾ ഞാൻ കണ്ടു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗൗരവക്കാരനായിരുന്നില്ല. വീടുകളിൽ കൊച്ചുമക്കളോട് ആ സ്നേഹത്തിലും കൗതുകത്തിലും ഇടപെടണം. ഞാനൊരു വലിയ നേതാവാണ്, ഞാനൊരു വലിയ ആളാണ്, ഞാൻ ഇന്നതിൻ്റെ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, മെമ്പറാണ്, MLA ആണ്, മന്ത്രിയാണ്, ഇതൊന്നും കൊച്ചുമക്കൾക്കറിയില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ അവരുടെ വാപ്പയാണ്, അവരുടെ ആങ്ങളയാണ്, അവരുടെ സഹോദരനാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളോട് ഇടപെടേണ്ടതിൻ്റെ മാതൃക പുണ്യ നബിയിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.